السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനം നിറഞ്ഞ സയ്യിദ് അവറുകൾ, മറ്റു ഉസ്താദുമാരും, സ്നേഹനിധികളായ സഹോദര സഹോദരിമാരെ, വിരുന്നുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം അല്ലാഹു നൽകുമാറാവട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ മാസം എന്ന് വിശേഷിപ്പിച്ച പവിത്രമായ ശഅബാൻ മാസത്തിന്റെ അവസാന സമയങ്ങളിലാണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്നത്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മോന് ഞാൻ ആ കുട്ടിയെ കുറിച്ച് വിശേഷിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയോട് എനിക്ക് അത്രത്തോളം കടപ്പാടുണ്ടാവും, ആ കുട്ടിയോട് എനിക്ക് അത്രത്തോളം സ്നേഹം ഉണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ കുട്ടിയെ എൻ്റെലേക്ക് ചേർത്ത് എൻ്റെ കുട്ടി എന്ന് പറയുന്നത്. അതുപോലെയാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ മാസം എന്ന് വിശേഷിപ്പിച്ച പവിത്രമായ ശഅബാൻ മാസത്തിലെ ഓരോ സമയത്തിലും, ഓരോ രാവിലും, ഓരോ പകലിലും പവിത്രതയുണ്ട് എന്നുള്ളത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്, ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പവിത്രമായ ശഅബാൻ മാസത്തിന്റെ അവസാന സമയങ്ങളിൽ ഒരുപാട് ദിക്റുകളിലായും സ്വലാത്തുകളിലായും അതുപോലെ സൽക്കർമ്മങ്ങളിലായും കഴിഞ്ഞുകൂടിയിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ആ മുഅ്മിന് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സമയം കൂടിയാണ് ശഅബാനിന്റെ അവസാന മാസം. കാരണം അവൻ ഒരു വർഷക്കാലം കാത്തിരുന്ന പവിത്രമായ റമദാൻ മാസത്തിന് അവൻ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു റമദാനിൽ വിശ്വാസിയിലേക്ക് കടന്നു വരുന്ന ആ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് സന്തോഷങ്ങളുണ്ട്. എന്നിരുന്നാലും അതിൽ പ്രധാനപ്പെട്ട 3 സന്തോഷങ്ങളുണ്ട്. ഒന്ന്, റബ്ബ് അവന്റെ ദുആ സ്വീകരിച്ചു എന്നുള്ള ഒരു സന്തോഷമാണ്. കഴിഞ്ഞ റമദാനിൽ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവാം, ഞാൻ ഒരുപാട് ദിക്റുകൾ ചെല്ലണം, സ്വലാത്തുകൾ ചെല്ലണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളായിട്ടായിരിക്കും നമ്മൾ കഴിഞ്ഞ റമദാനെ വരവേറ്റത്. ഒരുപക്ഷെ വേണ്ട രൂപത്തിൽ നമുക്ക് റമദാനെ യാത്ര അയക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അതിനൊരു പരിഹാരമായിട്ട് ഒരു റമദാനിലേക്ക് കൂടി അല്ലാഹു നമ്മളെ എത്തിച്ചു. നമ്മളിങ്ങനെ നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ദുആഇന് അല്ലാഹു ഇജാബത്ത് ചെയ്തു. 2 മാസക്കാലം ഓരോ ദുആയിലും നമ്മൾ ദുആ ചെയ്യുന്ന ഒരു ദുആയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമദാൻ. ആ ദുആ ചെയ്തതിന്റെ പ്രതിഫലമായി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ റമദാനിലേക്ക് എത്തിക്കുമ്പോൾ അത് നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. ഒരുപാട് ആളുകൾ സ്വഹാബാക്കളുടെ ചരിത്രം, മഹാന്മാരുടെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ കാണാം, അവര് കഴിഞ്ഞ 6 മാസം, റമദാൻ കഴിഞ്ഞിട്ടുള്ള 6 മാസം ചെയ്തു പോയ റമദാനിൽ ചെയ്ത നന്മകളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യുമായിരുന്നു. അടുത്ത 6 മാസം റമദാനിൽ എന്നിലേക്ക് എത്തിക്കണേ എന്ന് പറഞ്ഞവർ ദുആ ചെയ്യുമായിരുന്നു. അത്രയധികം റമദാനിനെ അവർ സ്വീകരിച്ചിരുന്നു. റമദാൻ നമുക്ക് രണ്ടാമത്തെ സന്തോഷം എന്ന് പറയുമ്പോൾ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സ്വപ്നം, ഒരു 2 ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്‌ലിസിലേക്ക് ഒരുമിച്ച് വരികയാണ്. അവർ രണ്ടുപേരും ഒരുമിച്ച് വന്നിട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്‌ലിസിൽ നിന്ന് സ്വഹാബാക്കളെ സാക്ഷിയാക്കി അവരെല്ലാവരും ഇസ്ലാം സ്വീകരിക്കുകയാണ്. അതിൽ ഒരാള് നല്ല തഖ്വയായുള്ള ജീവിതം നയിച്ചു കൂട്ടി, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു. അവസാനം അയാൾ മരണപ്പെട്ടത് ഷഹീദായിട്ടാണ്, യുദ്ധത്തിൽ ഷഹീദായിട്ടാണ്. രണ്ടാമത്തെ ആള് നല്ല തഖ്വയുള്ള മനുഷ്യനായിരുന്നു, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യം മരണപ്പെട്ട ആൾ അത്രത്തോളം നന്മകളോ തഖ്വയോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. രണ്ടാമത് ഇയാൾ മരണപ്പെട്ടു. അങ്ങനെ ഒരു ദിവസം ബഹുമാനപ്പെട്ട ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കാണുകയാണ് ഈ മരണപ്പെട്ട 2 വ്യക്തികളെ. അതില് ബഹുമാനപ്പെട്ട ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിന്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആദ്യം വന്നു, സ്വർഗ്ഗത്തിൽ നിന്ന് ഒരാൾ വന്നു. രണ്ടാമത് മരണപ്പെട്ട ആളെ കൂട്ടിക്കൊണ്ടുപോയി, സ്വർഗ്ഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ആള് വന്നിട്ട് രണ്ടാമത് ഷഹീദായ ആളെയും കൂട്ടിക്കൊണ്ടുപോവാണ്. മൂന്നാമത്തെ ഈ സംഭവം ബഹുമാനപ്പെട്ട ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു
ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, നബിയെ, ഞാൻ ഇന്നലെ ഇങ്ങനെയൊക്കെ സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യം എന്താണ്? ശുഹദാഇന് സ്വർഗ്ഗത്തിൽ വലിയ സ്ഥാനമുണ്ട്. തന്റെ രക്തം വരെ ദീനിനു വേണ്ടി ചെലവഴിച്ച ആളുകളാണ്. മരിക്കുന്നത് വരെ നിന്റെ അള്ളാഹിന്റെ ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടി അധ്വാനിച്ച ആളുകളാണ്. അവർക്ക് വലിയ പ്രതിഫലം ഉണ്ടല്ലോ എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ ഞാൻ കണ്ട സ്വപ്നത്തിൽ ആദ്യം സ്വർഗത്ത് പോയത് രണ്ടാമത് മരണപ്പെട്ട ആളാണ്. ബഹുമാനപ്പെട്ട തൽഹത്ത് റളിയല്ലാഹു അൻഹു ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ബഹുമാനപ്പെട്ട സ്വഹാബാക്കളോട് ചോദിച്ചു, അദ്ദേഹം ഒരു റമദാനെ കൂടി അധികം ജീവിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. ആദ്യം മരണപ്പെട്ട ഒരാള് 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടാമത്തെ ആള് സാധാ മരണപ്പെടുന്നത്. അപ്പൊ സഹാബാക്കൾ പറഞ്ഞു, അതെ, അദ്ദേഹം 1 റമദാൻ അധികം ജീവിച്ചിട്ടുണ്ട്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത മറുപടി പറയുകയാണ്, ഫമാ ബൈനഹുമാ അബ്അദു മിമ്മാ ബൈനസ് സമാഇ വൽ അർദ്. രണ്ടാമത്തെ റമദാനിൽ അദ്ദേഹം നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് സ്വതക്ക ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫമാ ബൈനഹുമാ അബ്അദു മിമ്മാ ബൈനസ് സമാഇ വൽ അർദ്. ആകാശഭൂമിക്കിടയിലുള്ള ദൂരം അദ്ദേഹത്തിന് സ്വർഗവുമായിട്ട് അള്ളാഹു അടുപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളോട് പറയുന്ന ഒരു സംഭവം, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ സന്തോഷം, പവിത്രമായ റമദാൻ മാസത്തിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞുപോയ ദോഷങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമുക്ക് ദോഷങ്ങൾ പുറത്തു തരാനും സ്വർഗത്തിലേക്ക് അടുപ്പിക്കാനും അള്ളാഹു നമുക്ക് കാരണമാക്കി തന്നു എന്നുള്ളതാണ്. ഒരു ഹദീസിൽ കാണാം, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മാരകമായ ദോഷങ്ങളിൽ, വൻദോഷങ്ങളിൽ അവൻ ഇടപെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിത്യമായി ദോഷങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ദോഷങ്ങൾ പുറത്തുകൊണ്ടേയിരിക്കും. അവന്റെ സൽക്കർമ്മങ്ങൾ അള്ളാഹു ഇരട്ടി പ്രതിഫലമുള്ളതാക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. ഒരു റമദാനിൽ നിന്ന് അടുത്ത റമദാനിലേക്ക് നമുക്ക് എത്താൻ കഴിയുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തതും ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് നാം കണക്ക് കൂട്ടണം. നാം റമദാനിൽ നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഏത് രൂപത്തിലാണ് നാം റമദാനിനെ വരവേൽക്കേണ്ടത്? ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് താബിഈകളായ സ്വഹാബാക്കൾ ഒന്നടങ്കം ഓടി വരികയാണ്. താബിഈകളായ സ്വഹാബാക്കൾ മുഴുവനും ബഹുമാനപ്പെട്ട സ്വഹാബകളിൽ പ്രമുഖനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ഓടി വന്നു. എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, കൈഫ തസ്തഇദു ലിശഹരി റമദാൻ. ഓ ഇബ്നു മസ്ഊദ് തങ്ങളെ, നിങ്ങൾ എങ്ങനെയായിരുന്നു പവിത്രമായ റമദാൻ മാസത്തെ വരവേറ്റിരുന്നത്? ഏത് രൂപത്തിലായിരുന്നു നിങ്ങൾ റമദാൻ മാസത്തെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയത്? മഹാനവറുകളെ നിറഞ്ഞ കണ്ണുകളുമായി മറുപടി പറഞ്ഞു, കുന്നാ നഖാഫു അൻ നസ്തഖബില ഹിലാല റമദാൻ. പവിത്രമായ റമദാൻ മാസം ഞങ്ങളിലേക്ക് സമാഗതമാകുമ്പോ, റമദാനിന്റെ മാനത്തെ അമ്പിളി പിറക്കാനിരിക്കുമ്പോ ഞങ്ങളുടെ മനസ്സിലൊക്കെ അതിയായ ബേജാറാണ്, അതിയായ സങ്കടമാണ്. അതാണ് എന്തിനാണ് സങ്കടം? റമദാനായതുകൊണ്ട്. അതാ പവിത്രമായ റമദാനിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങിയോ? തൗബ ചെയ്ത് ഞങ്ങൾ ഒരുങ്ങിയോ? റമദാന് വേണ്ട രൂപത്തിൽ ഞങ്ങൾ സ്വീകരിക്കാൻ കഴിഞ്ഞു പോയ കാലങ്ങളിൽ ചെയ്ത ദോഷങ്ങളിൽ നിന്ന് റബ്ബിനോട് തൗബ ചെയ്ത് മടങ്ങിയോ? ആ ഒരു കാരണം കൊണ്ട് ഞങ്ങൾ റമദാനെത്തുമ്പോൾ ഞങ്ങൾ വല്ലാത്ത ബേജാറിലാണ്. എങ്ങനെയാണ് റമദാനിനെ അവർ വരവേറ്റിരുന്നത്? മഹാന്മാരായ ആളുകൾ മുഴുവനും റമദാനിനെ വരവേൽക്കാൻ അവർ തയ്യാറായിരുന്നത് ആദ്യം ഹൃദയം ശുദ്ധിയാക്കിക്കൊണ്ടായിരുന്നു. കഴിഞ്ഞുപോയ തെറ്റുകളിൽ നിന്ന് അവർ മുഴുവനും മാപ്പ് ചെയ്തു. അതാ കഴിഞ്ഞുപോയ തെറ്റുകളിൽ നിന്ന് മുഴുവൻ റബ്ബിനോട് ഖേദിച്ചു മടങ്ങി. എന്നിൽ നിന്ന് ആർക്കെങ്കിലും അപാകതകളോ തെറ്റുകളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓരോ മനുഷ്യനെ കണ്ടിട്ടും കൃത്യമായി അവർ പൊരുത്തപ്പെടിപ്പിച്ച് പരിശുദ്ധമായ റമദാനിനു വേണ്ടി തന്റെ ഹൃദയം മുഴുവനും ഒരുക്കി വെക്കുന്ന ആളുകളായിരുന്നു മഹാൻ
അതല്ലേ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ എന്താക്കണം? അഫ്വ് ചെയ്യണം, ആളുകൾക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുക്കണം, നന്മകളെ കൊണ്ട് നിങ്ങൾ കൽപ്പിക്കണം. അത് മറ്റുള്ളവരുടെ കൽബുകൾ ശുദ്ധിയാക്കുന്നത് പോലെ നിങ്ങളുടെ കൽബും ശുദ്ധിയാക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മളെ വീട് നനച്ചുകുളിന്റെ സമയമാണ് റമദാനാകുമ്പോൾ. റമദാന്റെ നനച്ചുകുളിന്റെ സമയത്ത് പല വീടുകളും പെയിന്റ് ഒക്കെ അടിച്ച് ഉഷാറാക്കി സെറ്റപ്പ് ആക്കും. പക്ഷെ ഈ ഉഷാറാക്കി സെറ്റപ്പ് ആകുന്ന സമയത്ത് വീടിന്റെ ഏതെങ്കിലും മൂലയിൽ ചിലപ്പോൾ അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും. മഴ പെയ്തിട്ട് അവിടെ പൂപ്പലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ആ പൂപ്പലും കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ പൂപ്പലും കാര്യങ്ങളൊന്നും ഒഴിവാക്കാതെ അതിന്റെ മുകളിൽ പെയിന്റ് അടിച്ചാൽ ആ പെയിന്റിന് പവർ കുറയും. പെട്ടെന്ന് ആ പെയിന്റ് അടർന്നു പോരാൻ തുടങ്ങും. ഇതുപോലെയാണ് നമ്മുടെ മനസ്സ്. നമ്മുടെ മനസ്സിനെ നമ്മൾ നല്ല രീതിയിൽ തഖ്വയിലായി കഴിച്ചുകൂട്ടണം. നല്ല രീതിയിൽ ഹൃദയ ശുദ്ധിയാക്കണം. എങ്ങനെയാണ് ഹൃദയം ശുദ്ധിയാക്കുക? അതിന് മഹാന്മാർ പഠിപ്പിച്ചു തന്നൊരു വഴിയുണ്ട്. വദവാഉ ഖൽബിൻ ഖംസതുൻ ഫതിലാവതുൻ ബിതദബ്ബുരിൽ മഅന വൽ ബത്നി ഖലാ വഖിയാമു ലൈലിൻ വതളഉ ബിസ്സഹാർ വമുജാലസതു സ്വാലിഹീനൽ ഫുളലാ. ഹൃദയത്തെ നാം ശുദ്ധിയാക്കേണ്ടത് ആദ്യം അതിനുള്ള വഴി ഖുർആൻ ഓതുക എന്നുള്ളതാണ്. നമുക്കൊക്കെ ഉണ്ടാവും, നമ്മള് റമദാനിൽ ശൈത്താനെ കെട്ടിപ്പൂട്ടും, അതൊക്കെ ശരിയാണ്. പക്ഷെ എന്നിട്ട് നമുക്ക് വേണ്ട രൂപത്തിൽ ഖുർആൻ ഓതാൻ കഴിയില്ല. അതെന്താ? നമ്മൾ ചിലപ്പോ തോന്നൂലേ, റമദാനിൽ ശൈത്താനെ കെട്ടിയിടേണ്ട സമയമാണല്ലോ, പക്ഷെ ഞാൻ എത്ര സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നിന്നിട്ട് എനിക്ക് കഴിയുന്നില്ല. ഈ റമദാൻ ഒന്നിനെ നമ്മുടെ മനസ്സിലുള്ള വിചാരം, ഇൻഷാ അല്ലാഹ് ഈ റമദാനിൽ നമ്മൾ എന്തായാലും ഒരു 3 ഖത്മെങ്കിലും എന്തായാലും 5 വക്ത് നിസ്കരിക്കാൻ പള്ളിയിൽ പോകണം. തറാവീഹ് ഒറ്റൊന്നും ഞാൻ ഒഴിവാക്കൂല. നോമ്പ് ഒരു കാരണവശാലും ഞാൻ ഒഴിവാക്കൂല. ഒരു തെറ്റും ഞാൻ ചെയ്യൂല. ഫോണിൽ നിന്ന് ഇൻസ്റ്റഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്യും, ഫേസ്ബുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യും, യൂട്യൂബ് അൺഇൻസ്റ്റാൾ ചെയ്യും, തൽക്കാലം വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യും. എന്നിട്ട് പൂർണ്ണമായ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുങ്ങി. പക്ഷെ നമുക്ക് കഴിയൂല. അതിനുള്ള കാരണം എന്താ? കഴിഞ്ഞ ഈ ഒരു കാലഘട്ടങ്ങളിൽ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ മോട്ടർ ഇട്ട് കഴിഞ്ഞാൽ മോട്ടർ ഓഫാക്കിയാൽ അതിനോട് കുറച്ച് വെള്ളം ഇങ്ങനെ അടിക്ക് വരില്ലേ? ആ ഒരു രൂപത്തിൽ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ രക്തത്തിലൂടെ പിശാച് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. ആ പിശാചിന്റെ ചെറിയ അംശം നമ്മുടെ രക്തത്തിലൂടെ ഓടുമ്പോ ആ രക്തത്തിന്റെ ബാക്കി എന്ന രീതിയിൽ അത് നമ്മുടെ ശരീരത്തിൽ ചെറിയ രീതിയിൽ ഇങ്ങനെ അലയടിച്ചു കൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ചില സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടാവും. അതുകൊണ്ടാണ് പരിശുദ്ധമാക്കപ്പെട്ട ശഅബാൻ മാസത്തിൽ തന്നെ നമ്മൾ നിരന്തരമായി ഖുർആൻ പാരായണം ചെയ്ത് റമദാനിനെ കൃത്യമായ രൂപത്തിൽ വരവേൽക്കാൻ പാകത്തിൽ നമ്മൾ എന്താക്കണം? തൗബ ചെയ്ത് ഹൃദയം ശുദ്ധിയാക്കണം. ഒരു റമദാൻ കഴിഞ്ഞ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്ര ഒരു സംഭവം പറയുന്നുണ്ട്. നാളെ നിങ്ങളൊക്കെ മരിച്ചു ചെല്ലുമ്പോൾ മഹ്ശറയിൽ, ഞാനിങ്ങനെ മഹ്ശറയിൽ നിൽക്കുമ്പോൾ എന്റെ മുമ്പിലൂടെ ഒരാളിങ്ങനെ മലായികത്ത് വലിച്ചു കൊണ്ടുപോകും. മലായികത്ത് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകും. അപ്പൊ ഞാൻ ചോദിക്കും, റബ്ബേ എന്തിനാണ് അയാൾ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അയാൾക്ക് മാപ്പ് ചെയ്തൂടെ എന്ന് ചോദിക്കും. അപ്പൊ മലായികത്ത് എന്റെ അടുത്ത് വന്ന് നിൽക്കും. എന്റെ അടുത്ത് വന്ന് നിന്നിട്ട് ആ മലായികത്ത് ആ മനുഷ്യനെ ചൂണ്ടി പറയും, ഈ മനുഷ്യന് ഒരുപാട് തെറ്റുകൾ ചെയ്ത മനുഷ്യനാണ്. അപ്പോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അദ്ദേഹം എന്റെ ഉമ്മത്തിൽ പെട്ട മനുഷ്യനാണ്, അദ്ദേഹത്തിന് നിങ്ങൾക്കൊന്ന് അഫ്വ് ചെയ്തൂടെ? നോക്കൂ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മോടുള്ള സ്നേഹം അവിടെ നിന്ന് നമ്മളെ ഇതുവരെ കണ്ടിട്ടില്ല. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നാം ചെയ്യുന്നില്ല. 3 സമയത്തും അത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണത്തിന്റെ അവസാന സമയത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തേങ്ങി തേങ്ങി പൊട്ടി പൊട്ടി കരഞ്ഞത്
മഹദിയായ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹുവിനെ ഓർത്തുകൊണ്ടല്ല, അതല്ലെങ്കിൽ അവിടുത്തെ ഭാര്യമാരെ ഓർത്തുകൊണ്ടല്ല, അവിടുത്തെ മക്കളെ ഓർത്തുകൊണ്ടല്ല, ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളന്ന് കരഞ്ഞത് എന്നെയും നിങ്ങളെയും ഓർത്തുകൊണ്ടാണ്. നോക്കൂ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മോടുള്ള സ്നേഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യനും ഓരോ പ്രവാചകന്മാർക്കും ഓരോ ദുആ കൊടുത്തു. ആ ദുആ നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങൾക്ക് ആ ദുആയുടെ ഉത്തരം ഉടനെ ഞാൻ നൽകുമെന്ന് ഓരോ പ്രവാചകന്മാരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എല്ലാ അമ്പിയാക്കളും ആ ദുആ നേടിയെടുത്തു. ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് വേദന സഹിച്ച് ജീവിച്ചു, ഒരുപാട് അക്രമങ്ങൾ നേരിട്ടു, സ്വന്തം ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് യാത്ര പോകേണ്ടി വന്നു. ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ദുആ ചെയ്തില്ല. നാളെ മഹ്ശറയിൽ നമ്മളൊക്കെ വെയിൽ കൊണ്ട് ഇങ്ങനെ വിയർത്തൊലിച്ച് ബേജാറായി നിൽക്കുന്ന സമയത്ത് നമുക്ക് തണലായി വരുന്ന ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തുണ്ട്. ആ ശഫാഅത്തിന് വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹ്ശറയിലേക്ക് മാറ്റിവെച്ചതാണ് ആ ദുആയിലൂടെ നമുക്കൊക്കെ ശഫാഅത്ത് കിട്ടും. തീർന്നില്ല, നാളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോ ആ വാതിലിൽ വന്നിങ്ങനെ നിൽക്കും, എന്റെ ഉമ്മത്തീങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന് പറഞ്ഞ് യാചിച്ചുകൊണ്ട് റബ്ബിന്റെ അരികിലേക്ക് പോകുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ മനുഷ്യന്റെ കാര്യത്തിലും ശഫാഅത്തിന് വേണ്ടി തയ്യാറാവുകയാണ്. അതാ കാര്യത്തിൽ അല്ലാഹ് ഇടപെടുകയാണ്. ഓ മുഹമ്മദ് നബിയേ, നിങ്ങളുടെ ഉമ്മത്താണ് ശഫാഅത്ത് ചെയ്യാം. പക്ഷേ അദ്ദേഹത്തിന് ശക്തമായ ഒരു വാദിയുണ്ട്, ഒരു എതിർ വിഭാഗമുണ്ട്. ആരാണെന്നറിയുമോ? പവിത്രമായ റമളാൻ മാസത്തെ ഒരുപാട് സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടും ആ റമളാൻ മാസത്തിന് വേണ്ട പോലെ സ്വീകരിക്കാതെ തൗബ ചെയ്ത് ഖൽബ് നന്നാക്കാത്ത മനുഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് മാപ്പില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അങ്ങനെ റമളാനിലേക്ക് എതിരായി സാക്ഷി നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ശഫാഅത്ത് ചെയ്യാൻ ഞാനില്ല. റമളാന്റെ എതിന് നമ്മളൊക്കെ ദുആ റമളാനിൽ اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا شاهدا علينا. റമളാനിൽ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കണേ, ഞങ്ങൾക്ക് പ്രതികൂലമായി റമളാനിനെ നീ സാക്ഷിയാക്കരുതേ എന്ന് റമളാൻ നമ്മൾ നിരന്തരം ദുആ ചെയ്യും. ആ ദുആ ഒക്കെ നമ്മൾ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കണം. ഹൃദയ ശുദ്ധീകരണത്തിന് മഹാന്മാർ പഠിപ്പിച്ചു തന്ന ആദ്യത്തെ വഴി പവിത്രമായ ഖുർആൻ പാരായണമാണ്. ഖുർആൻ നിരന്തരം ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ ഖുർആനിന്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ടുള്ള ഖുർആൻ പാരായണം. അതിന് അർത്ഥം കിട്ടാത്തവരാണെങ്കിൽ നമുക്ക് കഴിയുന്ന രീതിയിൽ സാവധാനം മറ്റു ചിന്തകളൊക്കെ ഒഴിവാക്കിയിട്ട് ഖുർആൻ ഓതാൻ വേണ്ടി മാത്രം നമ്മൾ സമയം ചെലവഴിക്കണം. അങ്ങനെ നമ്മൾ ഖുർആൻ ഓതാൻ വേണ്ടി മാത്രം സമയം ചെലവഴിക്കുമ്പോ അറിയാതെ നമ്മുടെ മനസ്സിങ്ങനെ നന്നായി കൊണ്ടേയിരിക്കും. അറിയാതെ നമ്മുടെ മനസ്സിലുള്ള വേണ്ടാത്ത വികാര വിചാരങ്ങളൊക്കെ അറിയാതെ മാറിക്കൊണ്ടേയിരിക്കും. കലങ്ങിയ ഹൃദയം പതിയെ പതിയെ കലങ്ങിയ വെള്ളത്തിലേക്ക് ശുദ്ധവെള്ളം ഇങ്ങനെ ഒഴിക്കുന്നതിനനുസരിച്ച് വൃത്തിയായി വരുന്നത് പോലെ നമ്മുടെ ഖൽബിങ്ങനെ നന്നായിക്കൊണ്ടേയിരിക്കും. രണ്ടാമത് മഹാന്മാര് പറയുന്നത് രാത്രിയുടെ നിസ്കാരമാണ്. രാത്രി സമയത്ത് തഹജ്ജുദിന്റെ സമയത്ത് നിസ്കാരം. ചിലപ്പോ നമ്മള് അറിയാതെ ഉറങ്ങിപ്പോകും. എന്നാൽ പരമാവധി നമ്മൾ എന്താക്കണം? നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം.
റമദാനിനെ വരവേൽക്കാൻ. റമദാനിൽ നമുക്ക് എന്തായാലും സുഖ അത്താഴത്തിനോട് എണീക്കണം, ഒരു 2 റക്അത്ത് നിസ്കരിച്ച് നമുക്ക് കടന്നുറങ്ങിയാൽ റബ്ബിന്റെ അടുത്ത് വല്ലാത്ത പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നാട്ടില് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വല്ലാതെ ഇഷ്ടമുള്ള കാര്യമാണ് രാത്രി സമയത്തുള്ള നിസ്കാരം. അതുപോലെ മൂന്നാമതായി മഹാന്മാര് പഠിപ്പിക്കുന്ന കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വമുജാലസതു സ്വാലിഹീനൽ ഫുളലാ. നന്മയിലായി നല്ല ആളുകളോടൊപ്പം ഇങ്ങനെ കഴിച്ചുകൂടാ. ഒന്നും വേണ്ട, ആരെങ്കിലൊക്കെ ഒരാളെ ഇപ്പൊ നമ്മൾക്ക് എങ്ങോട്ടിരിക്കാൻ വയ്യ. മനുഷ്യന്റെ മനസ്സ് ഇന്നത്തെ കാലഘട്ടത്തിൽ അസൂയയെ കൊണ്ടും കിബിറിനെ കൊണ്ടും ഇങ്ങനെ വളഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ കുറച്ചടങ്ങറൊന്നല്ല, കുറച്ച് കഷ്ടപ്പാടല്ല. എത്ര നന്നായി ഇന്ന് ആരും കുറ്റം പറയാതിരിക്കണം എന്ന തീരുമാനത്തിൽ നമ്മളിങ്ങനെ ഇരുന്നാലും കുറച്ച് കഴിയുമ്പോ എന്തെങ്കിലും ഒരു ചിന്ത ആരെങ്കിലും നമ്മളിങ്ങനെ കുറ്റം പറയിപ്പിച്ചു അറിയാതെ നമ്മളിങ്ങനെ പറഞ്ഞു പോകും. ഒരിക്കലും ഒരു നന്മ ഒരു മനുഷ്യനിലേക്ക് പകരുന്നത് അതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് സ്പീഡായിട്ടാണ് ഒരു തിന്മ ഒരു മനുഷ്യനിലേക്ക് പകരുന്നത് എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പൊ നന്മ കഷ്ടപ്പെട്ട് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് നല്ല കാര്യമില്ല. ഏതൊരു കാര്യം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നല്ല കഷ്ടപ്പാടാണ്. പക്ഷെ അത് പൊളിച്ച് കളയണമെന്നുണ്ടെങ്കിൽ ഒരു പണിയില്ല. ഇപ്പോ കല്യാണത്തിനൊക്കെ പന്തല് കെട്ടുമ്പോ പന്തലൊക്കെ നല്ല മൊഞ്ചാക്കിയിട്ട് നല്ല വൃത്തിയിൽ കെട്ടും. കെട്ടാൻ 2 ദിവസം വേണ്ടി വരും, കഴിക്കാൻ ഒറ്റ ദിവസം വേണ്ട. അതുപോലെയാണ് നമ്മുടെ മനസ്സിലുള്ള നന്മകൾ ഉണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടാണ്. പക്ഷേ തിന്മകളെ കൂട്ടിപ്പിടിച്ച്